ഈ വീഡിയോയിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പറേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്നും ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടെയും ഈ വീഡിയോയിലും ഒരു പ്രോബ്ലം കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ്. പ്രൊഡക്ഷൻ ഓഫ് 1000 യൂണിറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് തന്നേക്കുന്നത്. 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളെ കുറിച്ചാണ് താഴെ തന്നിരിക്കുന്നത്. ഒരു യൂണിറ്റിന് എത്ര ആവുമെന്നാണ് തന്നേക്കുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് 120 rupees, ലേബർ കോസ്റ്റ് 80 rupees per unit, then variable factory overhead 20 rupees per unit, then fixed factory overhead 16 rupees per unit, administrative overhead 15 rupees per unit. അതിൽ 10% വേരിയബിൾ, ബാലൻസ് റിമൈനിങ് ഫിക്സ്ഡ് ആണ്. അതായത് 10% കഴിഞ്ഞ് പിന്നെ മിച്ചം എത്രയാണുള്ളത്? 90%, 90% ഫിക്സ്ഡ് ആയിരിക്കും. പിന്നീട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ₹12 per യൂണിറ്റ്. അതിൽ 20% വേരിയബിളും ബാലൻസ് വരുന്നത് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ഫിക്സ്ഡ് 80% വരും. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് 263 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റാണ് നമുക്ക് തന്നേക്കുന്നത്. ആൻഡ് വി വെർ ആസ്ക്ഡ് ടു പ്രിപ്പയർ എ ബഡ്ജറ്റ് ഫോർ 1200 യൂണിറ്റ്സ്. 1000-ൻ്റെതാണ് തന്നേക്കുന്നത്. നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് 1200 യൂണിറ്റ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര ആവും എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ 1200 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം വേരിയബിൾ കോസ്റ്റ് വിൽ റിമെയിൻ സെയിം, വേരിയബിൾ കോസ്റ്റ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, വെറസ് ഫിക്സ് കോസ്റ്റ് റിമെയിൻസ് സെയിം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ ഓർമ്മിച്ചോണം. എന്നിട്ട് വേണം നമ്മളിതിനെ സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ ഫോമാറ്റ് വരച്ചു. 1 column ഫോർ 1000 യൂണിറ്റ്സ്. 1000 യൂണിറ്റ്സിൻ്റെ ഡേറ്റയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. നമ്മളോട് 1200 യൂണിറ്റിൻ്റെത് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിനും ഒരു കോളം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, കോസ്റ്റുകളെല്ലാം നമുക്ക് 1 by 1 ആയിട്ട് എഴുതി പോവാം. ഫസ്റ്റ് വൺ ഇസ് മെറ്റീരിയൽ കോസ്റ്റ്. ഇത് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഹിയർ വി ആർ ക്ലാസിഫൈങ് കോസ്റ്റ് ഇൻ 2 categories, വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ്. വേരിയബിൾ കോസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, വെറസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ സെയിം. അപ്പോൾ അത് ഓർത്ത് വേണം. ഫിക്സ് കോസ്റ്റിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ടോട്ടൽ ഫിക്സ് കോസ്റ്റ് റിമെയിൻ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്, വെറസ് ഫിക്സ് കോസ്റ്റ് ഫോർ 1 യൂണിറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ ഓർത്തിട്ട് വേണം നമ്മൾ ഈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് മെറ്റീരിയൽ. 1000 യൂണിറ്റ്സിൻ്റെ തന്നിട്ടുണ്ട്. 1000 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കോളവും നമ്മൾ ടോട്ടൽ കോസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1200 യൂണിറ്റിനും അതുപോലെ തന്നെ കോസ്റ്റ് ഫോർ 1 യൂണിറ്റും ടോട്ടൽ കോസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം 1000 യൂണിറ്റിൻ്റെ ഫില്ല് ചെയ്ത് പോവാം. മെറ്റീരിയൽ 120 rupees പെർ യൂണിറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എങ്കിൽ 1000 യൂണിറ്റിന് എത്രയാണ്? എന്ത് ചെയ്താൽ മതി? 1000 into 120, ദാറ്റ് ഇസ് 1,20,000 rupees. ഇനി അടുത്ത ലേബർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1000 യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേബർ കോസ്റ്റ് ഇസ് 80 rupees പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 80 രൂപ എങ്കിൽ 1000 യൂണിറ്റിന് എത്ര രൂപ? എത്ര വരും? 80,000. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പണ്ട് കോസ്റ്റിങ്ങിൽ പഠിച്ച പോലെ ആ ഒരു ഫോമാറ്റ് നമുക്ക് ഫോളോ ചെയ്യാം. ഇത് രണ്ടും ഡിറക്റ്റ് കോസ്റ്റുകളാണ്. രണ്ടും ആഡ് ചെയ്യുമ്പം വി വിൽ ഗെറ്റ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് 200, ദാറ്റ് ഇസ് 120 plus 80. ടോട്ടൽ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 1,20,000 plus 80,000, ദാറ്റ് ഇസ് 2 lakh. പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ അടുത്തത് ഫാക്ടറി ഓവർ ഹെഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കോസ്റ്റ് എഴുതി അങ്ങ് പോവാം. ഓരോന്നിൻ്റെയും പേര് വെച്ചങ്ങ് എഴുതി അങ്ങ് പോയാലും മതി കേട്ടോ. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡിൽ അവർ പറയുന്നുണ്ട് വേരിയബിളും ഉണ്ട് ഫിക്സ്ഡും ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഫാക്ടറി ഓവർ ഹെഡിൻ്റെ ക്വസ്റ്റ്യൻ. ഫാക്ടറി ഓവർ ഹെഡ് എത്രയാണെന്ന് നോക്കാം. നോക്കേ, വേരിയബിൾ ഫാക്ടറി ഓവർ ഹെഡ് 20 rupees കംപ്ലീറ്റ്ലി വേരിയബിൾ ആണ് കേട്ടോ. പിന്നീട് ഫിക്സ്ഡ് ഫാക്ടറി ഓവർ ഹെഡും ഉണ്ട്. കണ്ടോ, ഇവിടെ വേരിയബിൾ ഫാക്ടറി ഓവർ ഹെഡും ഉണ്ട്, ഫിക്സ്ഡ് ഫാക്ടറി ഓവർ ഹെഡും ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് റെക്കോർഡ് ചെയ്യാം. തന്നിട്ടുണ്ടല്ലോ. ഫാക്ടറി ഓവർ ഹെഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ 20 പെർ യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിന് 20 രൂപ എങ്കിൽ 1000 യൂണിറ്റിന് എത്രയാണ്? 1000 യൂണിറ്റിന് എത്രയാണ്? 20 into 1000, ദാറ്റ് ഇസ് 20,000 rupees. ഇനി ഇതുപോലെ തന്നെ ഫിക്സ്ഡ് ഓവർ ഹെഡും ഉണ്ട്. ഫിക്സ്ഡ് ഓവർ ഹെഡ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് 16 rupees ഫോർ 1 യൂണിറ്റ് ആണ്. 16 യൂണിറ്റിന് 16 രൂപ എങ്കിൽ 1000 യൂണിറ്റിന് എത്രയാണ്? എന്ത് ചെയ്താൽ മതി? 16 into 1000, ദാറ്റ് ഇസ് 1,60,000, 16,000, 16,000 രൂപ. ഓക്കെ, നമ്മൾ പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർ ഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. 200 plus 20 plus 16, 236 ഇസ് ദി വർക്ക് കോസ്റ്റ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ വർക്ക് കോസ്റ്റ്. പിന്നീട് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡായ 20,000 16,000
ദാറ്റ് ഇസ് 2,36,000 rupees. ഓക്കെ, ഇപ്പോൾ നമ്മൾ 1000 യൂണിറ്റിൻ്റെ കോളം മാത്രമേ ചെയ്തു പോകുന്നുള്ളൂ കേട്ടോ. ഇനി അത് കഴിഞ്ഞ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, വർക്ക് കോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൽ ഇങ്ങനെ ആ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് കണ്ടോ, 15 രൂപ പെർ യൂണിറ്റ് എന്നാണ് തന്നേക്കുന്നത്. അതിൽ 10% വേരിയബിളും ബാലൻസ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എത്ര? 90% വരത്തില്ലയോ, അതെന്ന് പറയുന്നത് ഫിക്സ്ഡും ആണ്. ഓക്കെ, അപ്പോൾ അത് എഴുതാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് അതായത് എത്ര രൂപയുടെ? 15 രൂപയുടെ 10%, അതായത് 1.5. 15 രൂപയുടെയാണ് വേരിയബിൾ, ഇങ്ങനെയാണ് വന്നത്. 15 രൂപ എന്നാണ് പറഞ്ഞിരുന്നത്, അതിൻ്റെ 10% വേരിയബിളാണ്. 10% എന്ന് പറയുന്നത് ഈ 1.5. ബാലൻസ് എത്രയാണ്? ബാലൻസ് 15 നിന്ന് 1.5 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13.5. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 15 ഇൻറ്റു 90%, 90%. അതാണ് 13.5. ദാറ്റ് ഇസ് ഫിക്സ്ഡ് പോർഷൻ, ഫിക്സ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് 1000 ഇൻറ്റു 1.5 ഇസ് 1500. ദെൻ 13.5 ഇൻറ്റു 1000 ഇസ് 13,500. വർക്ക് കോസ്റ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ദാറ്റ് ഇസ് 251 പെർ യൂണിറ്റ്. പിന്നീട് ടോട്ടൽ 2,51,000 rupees. ഓക്കെ, ഇനി അടുത്ത വരുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ എന്താ പറയുന്നത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 12 രൂപയാണ്. 12 രൂപയാണ്. അപ്പോൾ ഈ 12 രൂപയിൽ 20% വേരിയബിളാണ്. അപ്പോൾ 12 ഇൻറ്റു 20% വേരിയബിളും ബാലൻസ് വരുന്നത് ഫിക്സ്ഡും ആണ്. ബാലൻസ് എത്രയാണ്? 80%. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം. ഓക്കെ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് വേരിയബിൾ എന്ന് പറയുന്നത് എന്തിനാ? 12ൻ്റെ അല്ലേ, 12ൻ്റെ 20%. 12 രൂപയുടെ 20% വേരിയബിളും ബാലൻസ് ഫിക്സ്ഡും ആണ്. ബാലൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 12 രൂപയുടെ 80% ഫിക്സ്ഡും ആണ്. ഓക്കെ, സോ 12 ഇൻറ്റു 20% എന്ന് പറയുന്നത് 2.4ഉം 12 ഇൻറ്റു 80% എന്ന് പറയുന്നത് 9.6ഉം. ഇത് പെർ യൂണിറ്റ് കോസ്റ്റ് ആണ്. അതിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്, വേരിയബിളും കിട്ടും ഫിക്സ്ഡും കിട്ടും. ഓക്കെ, നമ്മൾ എല്ലാ കോസ്റ്റുകളും ആഡ് ചെയ്തെടുത്ത് നൗ വി വിൽ ഗെറ്റ് ദി ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു? പെർ യൂണിറ്റ് കോസ്റ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഈ രണ്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡും കൂടെ ആഡ് ചെയ്തപ്പം 26.3ഉം ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 251,000 പ്ലസ് 2,400 പ്ലസ് 9,600 ദാറ്റ് ഇസ് 2,63,000ഉം ടോട്ടൽ കോസ്റ്റ് വന്ന്. അതായത് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ് എത്ര? 2,63,000 rupees. ഈ ഇത്രയും ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളൊന്ന് ടോട്ടൽ ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. We were asked to prepare a budget for 1,200 units. 1,200 യൂണിറ്റ്സ് ആണെങ്കിൽ എത്ര രൂപ കോസ്റ്റ് ആവും? അതായത് ഈ 2,63,000 സ്ഥാനത്ത് എത്ര രൂപയാവും ടോട്ടൽ കോസ്റ്റ്? അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വേറെ ഒരു ഡേറ്റയും ഇല്ല ഈ 1,200 യൂണിറ്റിനെ കുറിച്ച്. ഈ സെയിം ഫിഗേഴ്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓർക്കേണ്ട കാര്യം, വേരിയബിൾ കോസ്റ്റ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട എന്താണ്? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് സെയിം, വേറസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരീസ്. ഫിക്സ് കോസ്റ്റിൻ്റെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ഫിക്സ് കോസ്റ്റ് സെയിം ആയി നിൽക്കും, പക്ഷേ ഫിക്സ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് 1,200 യൂണിറ്റിൻ്റെ ഫിഗേഴ്സ് ഫില്ല് ചെയ്തെടുക്കാൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് മെറ്റീരിയൽ. മെറ്റീരിയൽ എത്രയാണ്? മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മളറിയാം. 1000 യൂണിറ്റ് ആണെങ്കിലും കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ സെയിം. 1000-നായാലും 1,200 യൂണിറ്റിലായാലും കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആവും. അപ്പോൾ എത്ര തന്നെ എഴുതാം? നിങ്ങൾക്ക് 120 എന്ന് തന്നെ എഴുതാം. കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് 120. 120 ഇൻറ്റു ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യണം? ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഹിയർ ദ നമ്പർ ഓഫ് യൂണിറ്റ് ഇസ് 1,200. സോ ദ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് കെയിം ടു 1,44,000. കണ്ടോ? കഴിഞ്ഞ തവണ എങ്ങനെയാണെന്ന് നോക്കിയാൽ 1000 ആയപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിരുന്നു. 1000 ആണെങ്കിലും 2000 1,200 ആണെങ്കിലും കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആണ്. പക്ഷേ ടോട്ടൽ കോസ്റ്റ് വേരി ചെയ്യുന്നതാണ്ടോ? അത് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. മെറ്റീരിയൽ കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? ലേബർ ചെയ്യുക. ലേബർ 1000 യൂണിറ്റിന് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? 1000 യൂണിറ്റിൻ്റെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് 80 ആണ്. ടോട്ടൽ 80,000 വന്നു. 1,200 ആകുമ്പോഴോ പെർ യൂണിറ്റ് സെയിം തന്നെ. എത്ര തന്നെ എഴുതാം? 80 തന്നെ എഴുതാം. പക്ഷേ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 80 ഇൻറ്റു 1,200 യൂണിറ്റ്സ്, ദാറ്റ് ഇസ് 96,000 rupees. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് പ്രൈം കോസ്റ്റ്. പിന്നീട്
ഫാക്ടറി ഓവർ ഹെഡ് വേരിയബിളും ഫിക്സ്ഡും ഉണ്ട്. വേരിയബിളിന് നമ്മൾ എന്തറിയാം, കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. ഇവിടെ 20 ആണെങ്കിൽ ഇവിടെയും 20. കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് സെയിം. പക്ഷേ ടോട്ടൽ കോസ്റ്റ് മാറുന്നത് കണ്ടോ, ഇവിടെ 20,000 ആയിരുന്നു, ഇവിടെ 24,000 ആയി. എങ്ങനെയാണ്? 20 into 1,200 യൂണിറ്റ്സ്. സോ ദി ടോട്ടൽ കോസ്റ്റ് ഇസ് ചേഞ്ചിങ് ഹിയർ. ഇനി ഫിക്സ്ഡ് ആകുമ്പോൾ നമുക്കറിയാം ടോട്ടൽ ഫിക്സ് കോസ്റ്റ് റിമെയിൻസ് സെയിം, ബട്ട് ഫിക്സ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ചസ്. അപ്പോൾ ടോട്ടൽ ഫിക്സ് കോസ്റ്റ് എത്രയാണ്? ഫാക്ടറി ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 16,000 റുപ്പീസാണ്. 1,200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എത്ര തന്നെ വരൂ? 16,000. സെയിം ഫിഗർ കോപ്പി ചെയ്യുക, കാരണം ടോട്ടൽ ഫിക്സ് കോസ്റ്റ് റിമെയിൻസ് സെയിം, അല്ലെങ്കിൽ അൺചേഞ്ച്ഡ് ആണ്. അപ്പോൾ 16,000 തന്നെ കോപ്പി ചെയ്യുക. ഇനി പ്രശ്നം വരുന്നത് എവിടെ? കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യും. എങ്ങനെയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ടത്? 16,000 divided by number of units 1,200, then you will get 13.33. അപ്പോൾ 16,000 divided by 1,200 യൂണിറ്റ്സ് ചെയ്യുമ്പോഴാണ് എത്ര കിട്ടുന്നത്? കോസ്റ്റ് പെർ യൂണിറ്റ് ആയ 13.33 കിട്ടുന്നത്. അതിൻ്റെ മീനിങ് എന്താ? 1,200 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 16,000 രൂപയാണ് ഫിക്സ് കോസ്റ്റ് എങ്കിൽ ഒരു യൂണിറ്റിന് എത്രയാണ്? നോക്കി, ഫിക്സ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്തില്ലേ? പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയി തന്നെ നിൽക്കും. ഫിക്സ് കോസ്റ്റ് പെർ യൂണിറ്റ് വരുമ്പോൾ എന്താ? അത് ചേഞ്ച് ചെയ്യാവും. ബട്ട് ടോട്ടൽ ഫിക്സ് കോസ്റ്റ് റിമെയിൻസ് സെയിം. അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് ഫാക്ടറി ഓവർ ഹെഡ് കഴിഞ്ഞു. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡാണ്. അതും ഇതുപോലെ തന്നെ ചിന്തിച്ച് ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൽ വേരിയബിൾ പോർഷൻ എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ ഇവിടെയും 1,200 യൂണിറ്റ്സ് വരുമ്പോഴും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 1.5 ആണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എങ്ങനെ ചെയ്യണം? 1.5 into 1,200 യൂണിറ്റ്സ്, ദാറ്റ് ഇസ് 1,800 റുപ്പീസ്. ഇനി ഫിക്സ്ഡ് വരുമ്പോഴെങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? ഫിക്സ്ഡ് വരുമ്പം ടോട്ടൽ ഫിക്സ് കോസ്റ്റ് റിമെയിൻസ് സെയിം. അപ്പോൾ ടോട്ടൽ ഫിക്സ് കോസ്റ്റ് അതുപോലെ തന്നെ കോപ്പി ചെയ്യുക. 13,500, ഇവിടെ എത്ര തന്നെ? 13,500. എന്ത് മാറും? ഫിക്സ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 13,500 ഡിവൈഡഡ് ബൈ 1,200 യൂണിറ്റ്സ്. 13,500 എന്ന് പറയുന്നത് 1,200 യൂണിറ്റ്സിനല്ലേ? എങ്കിൽ ഒരു യൂണിറ്റിന് എത്ര? അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 11.25. എങ്ങനെയാണ് 11.25 കിട്ടിയത്? ഈ 13,500 ഡിവൈഡഡ് ബൈ 1,200 ചെയ്യുമ്പോഴാണ് 11.25 കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് പിന്നീട് ഇതിനെ ആഡ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഇതുപോലെ തന്നെ. വേരിയബിൾ പോർഷൻ എങ്ങനെയാണ്? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് സെയിം. അപ്പോൾ ഇവിടെ എത്ര തന്നെ? 1,200 ആകുമ്പോഴും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 2.4 ആണ്, സെയിം ആണ്. പക്ഷേ ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് ചെയ്യും. ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? 2.4 into number of units. Here the number of units is 1,200. 2.4 into 1,200 എന്ന് പറയുന്നത് 2,880 ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഒരെണ്ണം കൂടെ ഉള്ളൂ, ഫിക്സ്ഡ് പോർഷൻ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിക്സ്ഡ് പോർഷൻ. ഫിക്സ്ഡ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെ? ടോട്ടൽ കോസ്റ്റ് റിമെയിൻസ് സെയിം. ഏതാണ് മാറുന്നത്? ഫിക്സ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യും. ടോട്ടൽ കോസ്റ്റ് 1,000-ന് 9,600 ആണെങ്കിൽ 1,200-നും എത്ര തന്നെയാണ്? 9,600. ബട്ട് ഫിക്സ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ചസ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 9,600 ഡിവൈഡഡ് ബൈ 1,200, ദാറ്റ്സ് ഈക്വൽ ടു 8 റുപ്പീസ്. കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് എടുക്കാം. ടോട്ടൽ കോസ്റ്റ് എടുത്തപ്പോൾ എന്ത് മനസ്സിലായി? കോസ്റ്റ് ഫോർ 1 യൂണിറ്റ് കെയിം ടു 56.48. പണ്ട് എത്രയായിരുന്നു നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരുന്നത്? 1000 യൂണിറ്റ് ആയിരുന്നപ്പം ഒരു യൂണിറ്റിന് 263 റുപ്പീസ് ആയിരുന്നു. 1,200 പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയേ വന്നുള്ളൂ? 256.48 ഫോർ 1 യൂണിറ്റ്. ടോട്ടൽ കോസ്റ്റ് എത്ര വരുന്നു? 1,200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് 3,07,780 ആവുന്നു. പിന്നീട് 1000 യൂണിറ്റ് 1,200-നാണ് 3,07,780. 1000 മാത്രമായിരുന്നെങ്കിലോ 2,63,000. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ആ കപ്പാസിറ്റി വെച്ചിട്ടാണ് ചെയ്തത്. 60% തന്നിരുന്നു. അപ്പോൾ നമ്മളെങ്ങനെ 60% ഇത്രയാണെന്നുണ്ടെങ്കിൽ 50% എത്ര, അല്ലെങ്കിൽ 60% ഇത്രയാണെന്നുണ്ടെങ്കിൽ 70% എത്ര എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തത്. ഇവിടെ ഈ വേരിയബിൾ കോസ്റ്റ് ഫിക്സ് കോസ്റ്റിൻ്റെ ആ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 രീതിയിലുള്ള പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.